തൃശൂരിൽ നടന്നത് പോലീസും മുന്നണികളും തമ്മിലുള്ള ഗൂഢാലോചനയെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. തൃശൂരിലെ ഒരു ഉദ്യോഗസ്ഥനാണ് യൂത്ത് കോൺഗ്രസിന് ചാണകവെള്ളം തളിക്കുന്നതിനായി സൗകര്യം നൽകിയത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളവർ പോലീസ് സേനയിലുണ്ട്. അവർ ഇന്ന് കോൺഗ്രസിനും CPM-നും വേണ്ടി പ്രവർത്തിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടും തടയാനുള്ള നടപടി സ്വീകരിച്ചില്ലെന്നും കെ അനീഷ് കുമാർ വിമർശിച്ചു. ഇത് TN പ്രതാപന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുകാർ പോലീസുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നറിഞ്ഞാൽ പോലീസ് ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ല. ഇത് അവരുടെ ഉത്തരവാദിത്തമാണ്, പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ പോലീസ് ഞങ്ങളെ തടഞ്ഞ്, ഞങ്ങളെ ഇവിടെ നിന്ന് തള്ളി മാറ്റി, ഞങ്ങളെ തടഞ്ഞ് അവരെ ഇതിൻ്റെ ഉള്ളിൽ കയറി ചാണകവെള്ളം തളിക്കാനുള്ള ഏർപ്പാടാണ് പോലീസ് ചെയ്തു കൊടുത്തത്. ആ സമയത്ത് ഞങ്ങൾക്ക് മുന്നിട്ടിറങ്ങി തടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് അക്രമികൾക്കൊപ്പം, കടന്നു കയറുന്ന ആളുകൾക്കൊപ്പം നിലയുറപ്പിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത സമയത്ത് ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ സാധിക്കാതിരുന്നത്.